വിവാദമായി മുൻ മന്ത്രിയും എം.എൽ.എയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരന്റെ പ്രസംഗം. CPM സ്ഥാനാർത്ഥികൾക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പോൾ എല്ലാം ദേശീയാഭിമാനം ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യമാണ്. NG യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കാര്യം എൻ്റെ പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ദേവദാസിൻ്റെ ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ ഇട്ടു. 36 വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയത്. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് വെളിപ്പെടുത്തൽ. തപാൽ വോട്ട് ചെയ്യുമ്പോൾ NGO യൂണിയൻകാർ വേറെ ആളുകൾക്ക് വോട്ട് ചെയ്യരുത്. കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് പരിശോധന ഞങ്ങൾ തിരുത്തി. 15% പേരും വോട്ട് ചെയ്തത് എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു. ഇനി എന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നു. അന്ന് വക്കം പുരുഷോത്തമനെതിരായിട്ടായിരുന്നു ദേവദാസ് മത്സരിച്ചത്. യൂണിയനിലെ മിക്കവർക്കും ദേവദാസിനെ അറിയില്ലെന്നുവെന്നും അതുകൊണ്ടാണ് അത്തരമൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. സ്വകാര്യത നിലനിർത്തേണ്ട തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു കാര്യം സംഭവിച്ചെങ്കിൽ ഇനി അത് നിയമപ്രശ്നങ്ങൾക്കും വഴിവെക്കും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.